السلام عليكم ورحمة الله. إفادة حديث كلاس 88. قال النبي صلى الله عليه وسلم: للصائم فرحتان، فرحة حين يفطر وفرحة حين يلقى ربه. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചന്ത് നോമ്പ് നോക്കിയെങ്കിത്ത ആൾക്ക് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി അഥവാ ഹീന യുഫ്തിറു. വേറൊരു റിപ്പോർട്ടിൽ കണ്ട് ലിസ്വാഇമി ഫർഹത്താനി, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന് ഫർഹത്തുൻ ഹീന യുഫ്തിറു, അവನು നോമ്പ് മുറിക്കണമെങ്കിത്ത നേരത്ത് വലിയ സന്തോഷമുണ്ട്. രണ്ടാമത് വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബുടെ കണ്ടുമുട്ട നേരത്ത് അവനക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ നോമ്പ് പിടിച്ച ആളുകൾ രണ്ട് സന്തോഷാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടുകൊണ്ട് പഠിപ്പാട്ടത്. ഒന്ന് ഇൻദ ഫിത്രിഹി, നോമ്പ് മുറിക്കുമ്പോ ഒരു സന്തോഷം. അപ്പൊ ഈ ഹദീസ് വായിക്കുമ്പോ നമുക്ക് ചിലപ്പോ മനസ്സിലാവും നോമ്പ് മുറിക്കുമ്പോ സന്തോഷം എന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, നോമ്പ് മുറിക്കോ മഗ്രിബ് ദയ്ക്കുമ്പോ ഞങ്ങളെ മുന്നിൽ നല്ല വിഭവ സമൃദ്ധമായ നല്ല ആഹാരം എല്ലാം ഇക്കട്, എന്തെല്ലാ ടൈപ്പിടെ ഫുഡ് ഇക്കട്, എന്തെല്ലാ ടൈപ്പിടെ ഫ്രൂട്ട്സ് ഇക്കട്. ഇത് കണ്ടിട്ടൊരു സന്തോഷം. ഞങ്ങളെ പോലത്തെ സാമാന്യ ആൾമാർക്ക് ആ സന്തോഷമായിട്ടിരിക്കും. വാസ്തവത്തിൽ അതല്ല സന്തോഷം. ഫിത്റിന്റെ നേരത്തുള്ള സന്തോഷം അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നോമ്പ് പൂർത്തിയാക്കൂ നക്ക് തൗഫീഖ് തന്ന, നന്റെ ആയുസ് ഇത്രത്തോളം ബാക്കിയാക്കിയ, സുബൈക്ക് മരിച്ചു പോയെങ്കിൽ താൽമാറുള്ളാർ, ഉച്ചക്ക് മരിച്ചു പോയെങ്കിൽ താൽമാറുള്ളാർ, നോമ്പ് തീർക്കോ സൗഭാഗ്യ കിട്ടാത്തെങ്കിൽ താൽമാറുള്ളാർ. എത്രമാ ആൾമാർ നോമ്പ് പിടിച്ചിട്ട് പാതിൽ എവിടമാ ആർക്കും കൊന്തില്ലാത്ത പോലെ കട്ടിട്ട് തന്നി കുടിച്ചെങ്കിൽ താൽമാറുള്ളാർ, നോമ്പ് മുറിച്ചെങ്കിൽ താൽമാറുള്ളാർ. ഇങ്ങളെല്ലാരും എതിരിൽ അൽഹംദുലില്ലാഹ് നക്ക് പൂർണ്ണമായും നോമ്പെടുക്കുക അല്ലാഹു തൗഫീഖ് തന്ന. അതുകൊണ്ട് ഇൻദ ഫിത്രിഹി, നോമ്പ് മുറിക്കുന്ന നേരത്ത് വലിയൊരു സന്തോഷം. അപ്പോഴാണ് ദിക്ർ ചൊല്ലനായ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. നിക്ക് ബേനായിട്ട് ഞാൻ നോമ്പ് നോക്കിയ റബ്ബേ, വേറെ ആർക്കും ബേനായിട്ടല്ല, വേറെ ആരും കാണുക കാട്ടുക ഒരിക്കലുമല്ല, നിന്റെ തൃപ്തിക്ക് ബേനായിട്ട് മാത്രം നാം നോമ്പെടുത്ത ഒന്നും. അപ്പൊ നോമ്പ് മുറിക്കുമ്പോ വലിയൊരു സന്തോഷ മുഅ്മിനായ നോമ്പുകാര കൊണ്ടു. രണ്ടാമത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബുടെ കാണുമ്പോ വലിയൊരു സന്തോഷ. അപ്പൊ നോമ്പ് എടുക്കൽ എന്തിക്കുണ്ട് കേട്ടെങ്കിൽ അള്ളാഹുടെ കാണുകൊണ്ട് ചൊല്ലാം. അള്ളാഹുടെ കാണുക വേനായിട്ടാണ് നോമ്പിടിക്കല്. നോമ്പിടിക്കൽ എന്തിക്കുണ്ട് ഒരാൾ കേട്ടെങ്കിൽ അള്ളാഹുടെ കാണുക. അപ്പൊ അള്ളാഹുടെ കാണുണ്ടായെങ്കിൽ സ്വർഗത്തേക്ക് പോകണം. സ്വർഗത്തുള്ള ഏറ്റവും വലിയ നിയമത്താണ് അള്ളാഹുടെ കാണ്ട്. അള്ളാഹുടെ കണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ നിയമത്തും അതൊരു കണക്കേ അല്ലാണ്ടായി പോണ്ട്. അപ്പൊ അള്ളാഹുടെ കാണുണ്ടായെങ്കിൽ സ്വർഗത്തേക്ക് പോണു. അപ്പൊ നല്ല നീയത്തിൽ നോമ്പെടുത്തെങ്കിൽ അവനക്ക് അള്ളാഹുടെ കാണുക സാധ്യ. ലോകത്ത് അള്ളാഹുടെ കാണുക സാധ്യയില്ല. അങ്ങനെ കണ്ട ഒരേ ആള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്ര. അതേ സമയത്ത് ബാക്കിയുള്ള ആർക്കും അള്ളാഹുടെ കാണുക സാധ്യയില്ല. അതിനർത്ഥം അള്ളാഹു ഇല്ലാണ്ടല്ല, അള്ളാഹു ഉള്ള, പക്ഷെ ഞങ്ങളെ ഈ കണ്ണുകൊണ്ട് അള്ളാഹുടെ കാണുക സാധ്യയില്ല, ദുനിയാവിൽ കാണുക സാധ്യയില്ല. അങ്ങനെ അതുകൊണ്ട് അള്ളാഹു ഇല്ലാണ്ട് പാസ്സാകൂത്തീറ. ഇവിടെ ഉള്ള എത്രമാ സാധനത്തെ ഞങ്ങൾക്ക് കാണുക സാധ്യാവില്ല. കറണ്ട് ഉണ്ട്, പക്ഷെ അതിനെ ഞങ്ങൾക്ക് കാണുക സാധ്യാവില്ല. ഇനി ഉള്ളതേ ഞങ്ങൾക്ക് കാണേണ്ടതിരമേ ശരിക്കും കാണില്ല. ഇപ്പൊ ഫാൻ തിരിഞ്ഞുകൊണ്ടുണ്ട് വിചാരിക്കുക, ഫാനുക്ക് 3 കൈയുള്ളേ, പക്ഷെ അത് തിരിയുമ്പോ അതിലെ 3 കൈ ഞങ്ങൾക്ക് കാണില്ല. അതില് ആ 3 കൈ പല ജാഗലായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണു. അപ്പൊ ഉള്ളതിരെ യഥാർത്ഥ വസ്തുരമേ എന്തെല്ലാം രൂപത്തിൽ ഞങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുന്നത് വേറെ വേറെ രൂപത്തിലല്ല കാണ്ട്. ഇനി ദുനിയാവിൽ ഉള്ളങ്കത്തെ വിഷയത്തമേ പലതിരെയും ഞങ്ങൾക്ക് കാണുക സാധ്യാവില്ല. ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിരെ കാണുക സാധ്യാവില്ല. ഞങ്ങൾക്ക് കാണേണ്ട വസ്തുവേ അതല്ലാത്ത വേറൊരു രൂപത്തിൽ നമുക്ക് കാണുക സാധ്യ. ഇവിടെ ഇങ്ങനെ പലതും ലോകത്ത് നമുക്ക് അനുഭവിക്കുക അറിയുക സാധ്യ. അപ്പൊ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാണ്ടല്ല അതിനർത്ഥം. ഞങ്ങളെ ഈ ശരീരത്തിക്ക്, ഈ കണ്ണുക്ക്, ഈ ശക്തിക്ക് അള്ളാഹുടെ കാണുക സാധ്യയില്ല. അള്ളാഹുടെ കാണുണ്ടായെങ്കിൽ സ്വർഗത്തേക്ക് പോകണം. അപ്പോ പരിശുദ്ധമായ നോമ്പ് ഞങ്ങൾ നോക്കുക അള്ളാഹുടെ കാണുക വേനായിട്ട്. ഞങ്ങൾക്ക് വായു തണ്ടെങ്കത്തെ, അതുപോലെ ഞങ്ങൾക്ക് ആഹാര തണ്ടെങ്കത്തെ, ഞങ്ങൾക്ക് തണ്ണി തണ്ടെങ്കത്തെ, ഞങ്ങൾക്ക് എല്ലാം ആക്കി തണ്ടെങ്കത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാണുക വേനായിട്ടാണ് ഞങ്ങൾ ഇബാദത്ത് എടുത്തോണ്ടുള്ളത്. അള്ളാഹുടെ ഞങ്ങൾക്ക് കാണുക സാധ്യ. അതേസമയത്ത് ലോകത്ത് ചെമ്മ ജീവിങ്ങുണ്ട്, ആ ജീവിങ്ങൊന്നും അള്ളാഹുടെ കാണ്ടില്ല. അതൊക്കെ അള്ളാഹുടെ കാണ്ട അഗത്യമേ ഇല്ല. കാരണം അള്ളാഹു താല അതിലെല്ലാം പഠിച്ചില്ല മനുഷ്യരുടെ അഗത്യത്തുക വേനായിട്ട്. ഖലഖലക്കും മാ ഫിൽ അർളി ജമിഅ, ഭൂമിയിലുള്ള എല്ലാത്തെ അള്ളാഹു താല പഠിച്ച മനുഷ്യന്മാർക്ക് വേനായിട്ട്. അതേസമയത്ത് മനുഷ്യർ അള്ളാഹു പഠിച്ചില്ല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ദുനിയാവിലുള്ള എല്ലാത്തെയും അനുഭവിക്കുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ഹലാലാക്കിയതല്ല മനുഷ്യർക്ക് സാധ്യ. അതേ സമയത്ത് ഈ മനുഷ്യർ അള്ളാഹു എന്തിക്ക് പഠിച്ചില്ലെന്ന് കേട്ടെങ്കിൽ ഇല്ലാ ലിയഅ്ബുദൂൻ, നന്റെ അറിഞ്ഞിട്ട് നന്റെ ആരാധിക്കുകയായിട്ടുണ്ട് അള്ളാഹു താല ചൊല്ല. അപ്പൊ ബാക്കി ജീവികളെല്ലാം മണ്ണായി പോകുമ്പോ കൂടെ അള്ളാഹുടെ
ഇബാദത്തുക വേനായിട്ട് സൃഷ്ടിക്കപ്പെട്ടെങ്കത്തെ നാണ് മനുഷ്യ ധാരാളം ഇബാദത്താക്കിയിട്ട് നെക്സ്റ്റ് ಸ್ವರ್ಗತ್ತಿಗೆ ಎತ್ತಿಯಂಗ ಅಲ್ಲಾಹುಡ ಕಾಣುವ ಸಾಧ್ಯ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗ ಬಡಿಪಾಟಿತ್ತು, ಇನ್ನಕುಂ ಸತರೌನ ರಬ್ಬಕುಂ ಕಮಾ ತರೌನಲ್ ഖമറ ലൈലത്തൽ ബദർ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബുടെ കാണുക സാധ്യ ഏതുപോലെ ഒന്നുണ്ട. പിന്നെ ಹುಣ್ಣಿಮೆയുടെ രാത്രിയിൽ നിങ്ങൾ ചന്ദ്രനെ കണ്ടാറല്ലേ, ഒരു മറയുമില്ല എന്നിട്ട് അത്രയും ചന്തത്തിൽ നിങ്ങൾ കണ്ടാറ്. അവിടെ വേറെ റഷ് അവിടെ അഗത്യയില്ല. ഇനി ചന്ദ്രയുടെ അവിടെ ಹುಣ್ಣಿಮೆയുടെ രാത്രിയിൽ ചന്ദ്രനെ കാണണമെന്നുണ്ട് ടിക്കറ്റ് എടുക്കുന്ന അഗത്യയില്ല. ನಾನು ಕಂಡಂಗೆ ನಿಕ್ಕ ಕಾಣೋಗಾವಿಲ್ಲ, ಅಲ್ಲ ನೀ ಕಂಡಂಗೆ ನಕ್ಕ ಕಾಣೋಗಾವಿಲ್ಲ ಅಂತ പിന്നെ ഒരുത്തർ ഓടുവാട്ടർ അകത്തിയില്ല. എല്ലാവർക്കും കണ്ട് ആരും റഷ് ആക്കൊണ്ടില്ല, പൈസ കൊടുക്കൊണ്ടില്ല. ഇതുപോലെ ಹುಣ್ಣಿಮೆയുടെ രാത്രിയിൽ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾക്ക് നിങ്ങളെ റബ്ബുടെ കാണുക സാധ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടിയിരുന്നു. അപ്പൊ അതിലാർക്കും നിഷേധിക്കോ സാധ്യയില്ല. അപ്പൊ ഞങ്ങൾ നോമ്പ് നോക്കൂടെ അള്ളാഹുടെ കാണുകനായിട്ട്. ഉജൂഹി യൗമ ഇതിൻ നാദിറത്തുൻ ഇലാ റബ്ബിഹാ നാദിറ, അണ്ട് ഒരു കൂട്ട ആൾമാര മുഖ പ്രകാശിച്ചുകൊണ്ടിരിക്കട്, അത് റബ്ബുടെ നോക്കിക്കൊണ്ടിരിക്കട്. അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അപ്പോ വലിയ അത്ഭുതകരമായ ഒരു നിയമത്താണ്. ആ നിയമത്ത് കിട്ടുന്ന ജാഗയാണ് സ്വർഗം. ആ സ്വർഗത്തിൽ എല്ലാവിധ അനുഗ്രഹവും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിത്തണ്ട. ദുനിയാവുടെ നശ്വരമായ നിയമത്ത് എന്തുമല്ല. ഇവിടെ എല്ലാം ഫുൾ ടെൻഷൻ. ഏറ്റവും നല്ല ബിരിയാണി ഞങ്ങൾ തിണ്ടെങ്കും അത് പിന്നെ പുറത്ത് പണ്ടേ വെറും ദുർഗന്ധ ഉള്ളങ്കത്തെ ഒരു വസ്തുവായിട്ടാണ് പുറത്ത് പണ്ട്. അതിനെ പുറത്തിരണം ഉണ്ടായെങ്കിൽ വലിയ ദുർഗന്ധ ഉള്ളങ്കത്തെ ഒരു ജാഗയിൽ പോയിട്ട് ഞങ്ങൾ തെക്കണം. എത്ര നല്ലത് തിണ്ടെങ്കും അത് വേസ്റ്റ് ആയിട്ട് പുറത്ത് പണ്ട്. ഇനി അത് തിന്നിട്ട് ഫുള്ള് ബായിൽ പോകുമ്പോൾ മാത്രം സുഖ, പിന്നെ അത് വേസ്റ്റ് വെറും നാത്ത ഉള്ളങ്കത്തെ ഒരു സാധനമായിട്ട് പുറത്ത് പണ്ട് തിന്നിട്ടാകുമ്പോ പിന്നെ ടെൻഷൻ ആയിട്ട് അതിനെ കാലിയാക്കണം, അത് പുറത്ത് പോകണം. അങ്ങനെ മൊത്തത്തിൽ ദുനിയാവുൾ ടെൻഷൻ. എത്ര സൗന്ദര്യമുള്ളെങ്കത്തെ ഭാര്യ ദുനിയാവിൽ കിട്ടിയെങ്കിലും കുറെ നാൾ കഴിഞ്ഞാൽ പിന്നെ അവള് സൗന്ദര്യം ഇല്ലാത്ത ആളായി പോണ്ടാള്, അവൾക്ക് ബേസ്റ്റാവിടും. അതുപോലെ അവൾക്ക് ജലദോഷമുണ്ട്, അവൾക്ക് ചെമവുണ്ട്, ഗൂർഗ വിളിക്കുന്ന ആള്, അവളുടെ മുട്ട കിടക്കുക. അവളുടെ ദുനിയാവിടെ ഏത് ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇതല്ലേ. കുറെ നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ അവൾക്ക് മെൻസസ് ഉണ്ടാവിടും, നിഫാസ് ഉണ്ടാവിടും. ഇങ്ങനെ മൊത്തത്തിൽ ദുനിയാവിലൊരു സുഖ, സമ്പൂർണ്ണ സുഖ ഒരിക്കലും ദുനിയാവിൽ പടയുക സാധ്യമേ ഇല്ല. ഏറ്റവും നല്ല സുഖത്തെ കേന്ദ്രമായിട്ടിക്കട് സ്വർഗ. അതാണ് വലിയ വിജയ. ഇന്നല്ലദീന പിന്നെ ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക്കൽ ഫൗസുൽ കബീർ. വലിയ വിജയ ഏതെന്ന് കേട്ടെങ്കിൽ കൂടെ ഇലക്ഷനിൽ വിന്നാവുന്നതല്ല വലിയ വിജയ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുക, MP ആവുക, MLA ആവുക, പള്ളിയിലെ പ്രസിഡന്റ് ആവുക, അല്ലെങ്കിൽ സദസ്യ ആവുക, ഇതൊന്നും വിജയമല്ല. ഏറ്റവും വലിയ വിജയേന്ദ്രന് കേട്ടെങ്കിൽ സ്വർഗ കിട്ടുന്നതാണ് വലിയ വിജയ. ദാലിക്കൽ ഫൗസുൽ കബീർ. സ്വർഗത്തുക്ക് ഒന്നാമത്തെ 2 കാലും സ്വർഗത്തുക്ക് എടുത്തു വെക്കുമ്പോ അതാണ് വലിയ വിജയമാണ്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പാട്ട് വലിയ അത്ഭുതകരമായ സുഖവും സൗകര്യവും ഉള്ളങ്കത്തെ ലോകം. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, അതിലുള്ളതൊന്നും നീ അതിലറിയേണ്ട. ബഹുമാനപ്പെട്ട ഇമാം തഴവ ഉസ്താദ് നമുക്ക് പഠിപ്പാട്ടിയതുപോലെ എല്ലാവിധ അത്ഭുതവും സുഖവും സൗകര്യവും ഉള്ളങ്കത്തൊരു കേന്ദ്രമായിട്ടിക്കട് സ്വർഗ. സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്ത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ, ഇതിലെല്ലാം അള്ളാഹുടെ സ്വർഗത്തെ നല്ല രൂപത്തിൽ അള്ളാഹു വിശദീകരിക്കട. ബഹുമാനപ്പെട്ട ഇമാമിങ്ങ പഠിപ്പാട്ടിയ പോലെ യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വളർബിൻ മിൻ മിസാലി ഫയൻസൗന അൻ-നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഅ്തിസാലി. അല്ലാഹുടെ കാണുക സാധ്യവുള്ള അൻചൊന്ന മുഅ്തസിലീങ്ങൾക്ക് എന്തൊരു നഷ്ട. അല്ലാഹുടെ അങ്ക് കാണുക സാധ്യവുടെ എങ്ങനെ അൻട്ട് വിശദീകരിക്കും നമുക്ക് സാധ്യയില്ല. അല്ലാഹുടെ കാണുമ്പോ ഫയൻസൗന അൻ-നഈമ ഇദാ റഔഹു, മുഴുവൻ ബാക്കിയുള്ള എല്ലാ നിഅമത്തിനെയും അങ്ങ് മറന്നു പോണ്ടാറ്. അങ്ങനത്തെ വലിയൊരു നിഅമത്തായിട്ടിക്ക് അല്ലാഹുടെ കണ്ടത്. അപ്പൊ അല്ലാഹുടെ കാണുന്നുണ്ടായെങ്കിൽ ഈ പവിത്രമായ റമളാനിൽ ഞങ്ങൾ നോമ്പെടുക്കുമ്പോ ആ നോമ്പ് ലിഖാഉർ റബ്ബ്, റബ്ബുടെ കാണുകയായിട്ടുള്ള ഒരു സൽക്കരമായിട്ടിക്കിടുന്നുള്ള നീയത്ത് നമുക്ക് വേണം. ലിസ്വാഇമി ഫർഹത്താനി, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. അല്ലാഹുടെ കണ്ടത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടിക്കിട്. ഈ ലോകത്ത് മഹാന്മാരെല്ലാം പിന്നെ ജീവിച്ചിട്ട് എന്തെങ്കിലും ചെന്നെങ്കിൽ അങ്ങ ഇബാദത്താക്കിട്ട് എന്തെങ്കിലും കേട്ടെങ്കിൽ അങ്ങ നരകത്തെ പേടിച്ചിട്ടാ അല്ലെങ്കിൽ സ്വർഗത്തെ ആശിച്ചിട്ടാ അങ്ങ ഇബാദത്താക്കിട്ടല്ല. അങ്ങനെ ഒരേ ഒരു ലക്ഷ്യം എന്തിനെന്ന് ചെന്നെങ്കിൽ അള്ളാഹുടെ കാണുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, നക്ക് അള്ളാഹുടെ കാണുന്നു. ഐക്യബേനായിട്ട് മാത്രം ഇബാദത്തിൽ തനിക്ക് താൽമാർ. ലഹു ലം യഅ്ബുദു മിൻ ഖൗഫി നാരി വലാ ശൗഖൻ ഇലാ മാ ഫിൽ ജിനാനി. അങ്ങ നരകത്തെ പേടിച്ചിട്ടാ അല്ലെങ്കിൽ സ്വർഗത്തെ ആശിച്ചിട്ടാ ഇബാദത്ത് അള്ളാഹു ആക്കിടല്ല. സിവാ നളിരിൽ ജലീലി വദാ മുനാഹും വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമ. ഷാദുലി ബൈത്തിൽ നമുക്ക് കാണുക സാധ്യവുള്ളൂ. അങ്ങ് അള്ളാഹുടെ കാണുന്നുള്ള ഏക ഉദ്ദേശത്തിൽ മാത്രം അങ്ങ് ഇബാദത്താക്കിയാറ്. ഇതാണ് വലിയ വലിയ മഹാന്മാരുടെ ലക്ഷ്യം. അപ്പൊ അള്ളാഹുടെ കണ്ടത് അങ്ങ് വലിയ ഒരു
ആശ ആയിട്ടിന്ത്. അതുകൊണ്ടാണ് വലിയ വലിയ മഹാന്മാരല്ല അങ്ങനെ ഇബാദത്തെടുത്തത്. ഇബ്നുൽ ഫാരിദ് ചെന്ന പോലെ അള്ളാഹു അല്ലാത്തൊരു ചിന്ത നിന്റെ മനസ്സിൽ വന്നുപോയെങ്കിൽ ഞാൻ അപ്പ മുർത്തദ്ദായിട്ട് വിധിക്കുവാൻ. അതേ മഹാൻ പിന്നൊരുക്ക ചെന്തു ഞാൻ എപ്പോഴും അള്ളാഹുടെ കാണ്ട നക്കെപ്പോഴും യൗമുൽ ജുമുഅ നക്കെപ്പോഴും സൽക്കർമ്മ. അപ്പൊ റമദാൻ ബറുമ്പ നമുക്ക് ഈ മഹാന്മാരുടെ പലക്കല്ല ഓർമ്മ പോകണം. അങ്ക് എല്ലാ നാളിലും ഇബാദത്തിന്ത്, എല്ലാ നാളിലും നമുക്ക് സൽക്കർമ്മയിന്ത്, എല്ലാ സമയത്തും ഞങ്ങളെ ചിന്ത നക്ക് അള്ളാഹുടെ കാണുന്നൊരു ചിന്ത അല്ലാത്ത വേറൊരു ചിന്ത അങ്കില്ലെന്ത്. അതുകൊണ്ട് നോമ്പെടുക്കുമ്പോ ഞങ്ങളെ ഏറ്റവും വലിയ ചിന്ത അള്ളാഹുടെ കാണുകയായിട്ട് നാം നോമ്പെടുത്തോണ്ടുള്ളേ. അത് വെറും പവിത്ര റമദാന്റെ നോമ്പ് ഞങ്ങൾ എടുക്കുമ്പോ ഈ ചിന്ത അതിലൊട്ടിಗೆ ബാക്കി സുന്നത്തായ നോമ്പ് ഏത് നോമ്പ് എടുക്കുമ്പോഴും ഇതേ ചിന്ത ഞങ്ങളെ മനസ്സിലുണ്ടാവണു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രൂപത്തിൽ ഇഖ്ലാസോടെ നോമ്പ് പിടിച്ചിട്ട് ഇതിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുടെ കാണുക അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.